ദി ഡിക്ലൈൻ ഓഫ് ദി വെസ്റ്റ് എന്ന തന്റെ വിഖ്യാത കൃതിയിലൂടെ ഓസ്വാൾഡ് സ്പെംഗ്ലർ പാശ്ചാത്യ നാഗരികതയുടെ അധിപതനത്തെക്കുറിച്ച് വളരെ മുമ്പേ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്വന്തം പ്രാധാന്യത്തെക്കുറിച്ചുള്ള അമിത പ്രതീക്ഷകളും ലോകത്തെ തങ്ങളുടെ കണ്ണിലൂടെ മാത്രം കാണുന്ന ചിന്താഗതിയും പാശ്ചാത്യ രാജ്യങ്ങളെ വലിയൊരു മിഥ്യാധാരണയിലേക്ക് നയിച്ചുവെന്നാണ് അന്ന് അദ്ദേഹം വാദിച്ചത്. നൂറ്റാണ്ടുകൾക്കിപ്പുറം സ്പെംഗ്ലറുടെ ഈ നിരീക്ഷണങ്ങൾ യാഥാർത്ഥ്യമാവുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇന്നത്തെ ലോക സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിലും ബീജിംഗിലെ രണ്ടാം ലോക മഹായുദ്ധ വിജയത്തിന്റെ 80ാം വാർഷികാഘോഷവും പുതിയൊരു ലോകക്രമം ഉയർന്നു വരുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് നൽകുന്നത്. ഈ സംഭവങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത പ്രധാന യാഥാർത്ഥ്യങ്ങളെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. പുതിയ ലോകക്രമം യൂറേഷ്യൻ രാജ്യങ്ങളെയും ഗ്ലോബൽ സൗത്തിനെയും കേന്ദ്രീകരിച്ച് രൂപം കൊള്ളുകയാണ്. അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന പാശ്ചാത്യരുടെ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം എന്ന ആശയം ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഗാസയിലെ വംശഹത്യ പോലുള്ള അതിക്രമങ്ങൾക്ക് വഴിയൊരുക്കിയതിന് അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള ഈ പാശ്ചാത്യ ലോകക്രമമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് തുറന്നു പറഞ്ഞു. സ്വന്തം താൽപര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന പാശ്ചാത്യ നേതാക്കൾ പുതിയ ലോകക്രമം രൂപപ്പെടുന്നതിൽ പങ്കുചേരാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയാണ്. സ്ലോവാക് നേതാവായ റോബർട്ട് ഫിക്കോയുടെ വാക്കുകൾ പറഞ്ഞാൽ, അവർ പൊട്ടക്കിണറ്റിലെ തവളെ പോലെ ഇട്ടാവട്ടത്തിൽ കിടന്ന് വട്ടം കറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ ചേരിയെ പിന്തള്ളി രൂപം കൊള്ളുന്ന പുതിയ ലോകം പരമാധികാര സമത്വം, അന്താരാഷ്ട്ര നിയമവാഴ്ച, ബഹുരാഷ്ട്രവാദം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ആശയങ്ങൾ കൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഉയർന്നു വരുന്ന പുതിയ ലോകം. അതുകൊണ്ട് സ്വാഭാവികമായും ഈ കൂട്ടായ്മയിൽ പങ്കുചേരാനുള്ള താല്പര്യം പാശ്ചാത്യ രാജ്യങ്ങൾക്കില്ലെന്ന കാര്യവും വ്യക്തമാണ്. പാശ്ചാത്യ ലോകം അവഗണിക്കാനോ ഭിന്നിപ്പിക്കാനോ ശ്രമിക്കുന്ന രാജ്യങ്ങൾ കൂടുതൽ ശക്തമായ പങ്കാളിത്തം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നു. റഷ്യയും ചൈനയും തമ്മിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അടുപ്പം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പവർ ഓഫ് സൈബീരിയ 2 എന്ന വാതക പൈപ്പ് ലൈൻ പദ്ധതിയാണ് ഇതിലെ ഏറ്റവും പ്രധാന നീക്കം. റഷ്യൻ വാതക പാടങ്ങളെ മംഗോളിയ വഴി ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി ആഗോള ഊർജ വ്യാപാരത്തിന് ദിശ തന്നെ മാറ്റിയെഴുതാൻ പോകുന്നതാണ്. വർഷങ്ങളായി യൂറോപ്പിലേക്ക് ഒഴുകിയിരുന്ന റഷ്യൻ ഊർജം ഇനി ചൈനയിലേക്കും ഏഷ്യയിലേക്കും തിരിയും. ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും വലിയ തിരിച്ചടിയാണ്. ഈ തന്ത്രപരമായ പങ്കാളിത്തം വെറും ഊർജ രംഗത്ത് മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. റഷ്യയും ചൈനയും തമ്മിൽ ഭിന്നിപ്പിക്കാമെന്ന് കരുതുന്ന പാശ്ചാത്യ സ്വപ്നങ്ങൾക്കാണ് ഇവിടെ അന്ത്യം കുറിക്കുന്നത്. സൈനികമായും വ്യവസായപരമായും ഇരു രാജ്യങ്ങളും ഒരേ പക്ഷത്താണെന്ന് ഈ നീക്കം അടിവരയിടുന്നു. റഷ്യയുടെ ശക്തമായ സൈനിക ശേഷിയും ചൈനയുടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യവും ഒരുമിച്ച് നിൽക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇന്ത്യയുടെ നിലപാടുകളും പുതിയ ലോകക്രമത്തിന്റെ ഭാഗമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് അമേരിക്ക ഉപരോധ ഭീഷണികൾ മുഴക്കിയെങ്കിലും ഇന്ത്യ വഴങ്ങിയില്ല. ഈ നീക്കം അമേരിക്കയുടെ ഭീഷണി നയങ്ങൾ പരാജയപ്പെട്ടെന്ന് തെളിയിച്ചു. ബീജിംഗ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രധാന വ്യക്തിത്വമായി മാറുകയും അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ താൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ് ഇതിന്റെ അടയാളമായത്. പാശ്ചാത്യ വിദഗ്ധർ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി തർക്കം കാരണം അവർ ഒരു കാലത്തും ഒരുമിച്ച് പ്രവർത്തിക്കില്ലെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇരു രാജ്യങ്ങളും പക്വമായ നേതൃത്വത്തിലൂടെ തങ്ങളുടെ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതും പാശ്ചാത്യരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയാണ്. ഇത്തരം ചരിത്രപരമായ സംഭവങ്ങളോടുള്ള പാശ്ചാത്യ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും പ്രതികരണവും ശ്രദ്ധേയമാണ്. തങ്ങൾ നേരിടുന്ന ഈ അധപതനത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. ചൈനയും ഇന്ത്യയും ഒരുമിക്കുന്നത് ട്രംപിന്റെയോ അമേരിക്കയുടെയോ നയങ്ങളോടുള്ള എതിർപ്പ് കൊണ്ട് മാത്രമാണ് എന്നത് അവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഓരോ രാജ്യത്തിനും സ്വന്തമായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഉണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാന അതിഥിയായി എത്തിയതിനെ പാശ്ചാത്യർ ഏർപ്പെടുത്തിയ ഒറ്റപ്പെടലിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടതിന്റെ തെളിവാണെന്നാണ് അവർ വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ടത് റഷ്യയിലെന്നും പാശ്ചാത്യ രാജ്യങ്ങളാണ് സ്വയം ഒറ്റപ്പെട്ടതെന്നും ഷാങ്ഹായ് ഉച്ചകോടി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നു. സ്വന്തം മിഥ്യാധാരണകൾ തടവിലായിരിക്കുന്ന പാശ്ചാത്യ ലോകം യഥാർത്ഥത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഈ സ്വയം കേന്ദ്രീകൃത ചിന്താഗതിയാണ് അവരുടെ പ്രധാന ശത്രു. ഈ മനോഭാവം തുടർന്നാൽ പാശ്ചാത്യ ലോകം ഇരുട്ടിൽ മറയും. പുതിയ ലോകം അതിന്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോവുകയും ചെയ്യും.